എൻ്റെ പേര് ഇബ്രാഹിം. സുലൈമാൻ സാർ സൂചിപ്പിച്ചു. മലപ്പുറം ഡിസ്ട്രിക്റ്റില് കാടാമ്പുഴ കരേക്കാടാണ് വീട്. ഏകദേശം ഞാനും നമ്മുടെ അപ്കമിങ് NTC ലീഡർ ദറാൻ ഉസ്താദും ഒരു പഞ്ചായത്തില് തൊട്ടടുത്തുള്ള ഒരു 3 കിലോമീറ്റർ ഡിഫറൻസിലാണ് ഞങ്ങളെ വീട് വരുന്നത്. അപ്പൊ ഒരു പഞ്ചായത്തില് മൈ ലൈഫിന്റെ പ്രധാനപ്പെട്ട രണ്ട് ലീഡർമാര് കടന്നു വരുന്നു എന്നൊരു സന്തോഷം കൂടി ഉണ്ട്. അതോടുകൂടെ ഇലക്ട്രിക് വെഹിക്കിൾ ടാറ്റയുടെ 5 EV എനിക്ക് സ്വന്തമാക്കാൻ സാധിച്ചു. ഇൻഷാ അല്ലാഹ് നമ്മുടെ അഷ്റഫ് അലി സാറും അത് സ്വന്തമാക്കുന്നു എന്നുള്ള ഏറ്റവും സന്തോഷമുള്ള ഒരു വാർത്ത അറിയാൻ സാധിച്ചു. അത് ഇന്നലെ എന്റെ ഗ്രേറ്റ് ലീഡർ ഓൾ ഇന്ത്യ ട്രെയിനർ ഇസ്മായിൽ സാറുമായി ഞാൻ വിഷയം പങ്കുവെക്കുകയും ചെയ്തു. ആ സന്തോഷം. പിന്നെ ഈ വിഷയം പരിചയപ്പെടുത്തുന്നത് ഏകദേശം 3.5 വർഷം മുമ്പ് എൻ്റെ ചെറിയ ബ്രദർ മുർഷിദ്, ഇന്ന് സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ ആയിരിക്കുന്ന അഫ്സർ സാർ ആദവനാട്, അതുപോലെ ലത്തീഫ് സാറ്, ആർട്ടിസ്റ്റ് ലീഡർ ജുനൈദ് സാറ്, ഇവരുടെയൊക്കെയാണ് ഈ മഹത്തായ ഇൻഡസ്ട്രിയെ കുറിച്ച് ഞാൻ പഠിക്കുന്നത്. ഇത് കേട്ടെങ്കിലും വളരെ ആശങ്കയോടുകൂടെയാണ്. കാരണം സാമ്പത്തികമായ ഇടപെടലാണല്ലോ. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളൊരു ചിന്തയാണ് ആദ്യം വന്നത്, ബിസിനസിന്റെ പ്ലാൻ പഠിക്കുന്നതിലപ്പുറം. കാരണം നമ്മൾ പള്ളിയിലും മദ്രസയിലും ഒക്കെ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കെ ഖത്തീബായിട്ടും മുദരിസായിട്ടും, അതോടുകൂടി ഇപ്പൊ തന്നെ ഓൾറെഡി മദ്രസയോട് കൂടെയാണ് ഈ സംവിധാനം. മദ്രസ കഴിഞ്ഞാൽ പിന്നെ ഫുൾ ടൈം ആയിട്ട് പാഷനായിട്ട് ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ഒരു സംവിധാനത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ അറിയുന്ന ആളുകൾ നമ്മോട് ചോദിക്കും, അല്ലെങ്കിൽ അവരെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് ഇതിലൊരു സുതാര്യത, ഇതിലൊരു സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. അതുമായി ബന്ധപ്പെട്ട് ഞാൻ അന്വേഷണം നടത്തുകയും വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇത് ഉപയോഗപ്പെടുത്താം എന്നുള്ള ഒരു സന്തോഷ വാർത്ത അറിഞ്ഞപ്പോൾ, ഞാൻ ചെറുപ്പം മുതലേ, എൻ്റെ കുട്ടിക്കാലം മുതലേ ഉണ്ടായിരുന്ന ചില സ്വപ്നങ്ങളെ നേടിയെടുക്കാൻ എൻ്റെ മുന്നിലേക്ക് അള്ളാഹു ദൈവം കൊണ്ടുവന്ന ഒരു മഹത്തായ സംവിധാനമാണ് ഇത് എന്ന് തിരിച്ചറിയുകയും, പിന്നീട് പ്രതിസന്ധികളുടെ സാഹചര്യമാണെങ്കിലും ഏകദേശം 5 ലക്ഷത്തോളം പിന്നെ കടമുണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു അവസരത്തിലേക്ക് ഞാൻ കടന്നു വരുന്നത്. അതെന്റെ വീട് പണി കഴിഞ്ഞു, അതിനെ കുറിച്ച് കടം ആളുകൾക്ക് കൊടുക്കാണ്ടായിരുന്നു. ഈ സമയത്താണ് 50,000 രൂപ എൻ്റെ എളാപ്പയിൽ നിന്ന് കടം വാങ്ങിയിട്ട് ഈ ഒരു സംവിധാനത്തിലേക്ക് ഞാൻ കടന്നു വരുന്നത്. ഒരുപക്ഷെ അന്ന് 50,000 രൂപക്ക് ഞാൻ പർച്ചേസ് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ 2,000 രൂപക്കോ 3,000 രൂപക്കോ പർച്ചേസ് ചെയ്തെങ്കിൽ ഒരു പക്ഷെ അന്ന് ഈ ബിസിനസ് ഉണ്ടാവില്ല. അപ്പൊ നല്ലൊരു തുകക്ക് തന്നെ ഞാൻ പർച്ചേസ് ചെയ്ത് 2 മാസം കഴിഞ്ഞിട്ട് കാശ് തിരിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ എളാപ്പ അതിനെ സപ്പോർട്ട് ചെയ്യുകയും 50,000 രൂപ ഞാൻ കടം വാങ്ങി അന്ന് തൃശ്ശൂർ പോയിട്ട് എൻ്റെ ലീഡേഴ്സാണ് ഈ ഒരു പ്രൊഡക്റ്റുകൾ എനിക്ക് കൊണ്ടുവരുന്നത്. അവര് മണിക്കൂറോളം ക്യൂ നിന്നുകൊണ്ട് 50,000 രൂപയുടെ പ്രൊഡക്റ്റ് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ എനിക്കതിൻ്റെ ഒരു പ്രൊഡക്റ്റിന്റെ പേര് പോലും വായിക്കാൻ അറിയില്ല. അതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല. എന്താണ് എലമെന്റ്സ് എന്നോ, എന്താണ് വെൽനെസ് എന്നോ, എന്താണ് ഇൽനെസ് എന്നോ, ഇങ്ങനെ ഒരു സംവിധാനത്തെ കുറിച്ചും എനിക്കൊന്നും അറിയില്ല. ഈ ഒരു സംവിധാനത്തിലാണ് 50,000 രൂപന്റെ പ്രൊഡക്റ്റ് വീട്ടിലേക്ക് എത്തുന്നത്. എത്തിയ സമയത്ത് ഞാൻ സ്വാഭാവികമായിട്ടും എല്ലാവരും ചിന്തിക്കുന്ന പോലെ ഒരു ഹോം മീറ്റിംഗ് വെക്കാമെന്നും എൻ്റെ അയൽവാസികളെയും കൂട്ടുകാരെയൊക്കെ വിളിക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് 144 പ്രഖ്യാപിക്കുന്നത്. 5-ൽ കൂടുതൽ ആൾക്കാർ കൂടാൻ പാടില്ല എന്നുള്ള കേന്ദ്രത്തിന്റെ ഒരു നിർദ്ദേശം വരികയും അതോടുകൂടെ തന്നെ ആ ഒരു ലക്ഷ്യം അവിടെ നഷ്ടപ്പെട്ടു പോവാണ്. പക്ഷെ ഞാനതുമായി ബന്ധപ്പെട്ട്, നമ്മൾ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നോട്ടീസ് ഇറക്കുകയും ആ നോട്ടീസ് പിന്നീട് എൻ്റെ അപ്ലൈനടക്കം അതുമായി ബന്ധപ്പെട്ട് സഹകരിച്ചു കൂടെ നിന്ന് അത് പിന്നെ എൻ്റെ നാട്ടിൽ തന്നെ, അപ്ലൈ എന്ന് പറയുമ്പോൾ എൻ്റെ ബ്രദർ വീടുകളിൽ എത്തിക്കുകയും അങ്ങനെ ഓരോ ദിവസം ചിലപ്പോൾ 3,000 2,000 ഒക്കെ നമ്മൾ സെല്ല് ചെയ്ത് തിരിച്ച് ആ ക്യാഷ് കിട്ടുന്ന രീതിയിലേക്ക് മാറി. ഇന്ന് നല്ലൊരു രീതിയിലേക്ക് അൽഹംദുലില്ലാ ഞാൻ ഗ്രോത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ മെന്റർ ഇസ്മായിൽ സാറിനെ ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും വളരാൻ പറ്റും. വളരാൻ പറ്റണമെങ്കിൽ, വളരണമെങ്കിൽ നമുക്ക് ഇത് നമ്മെക്കാളും പരിചയമുള്ള ഒരാള്
അയാൾ ഒരു പക്ഷെ വിദ്യാഭ്യാസം ഉള്ളവനാവാം, ഇല്ലാത്തവനാവാം, പക്ഷെ ഒന്നുകൊണ്ട് അയാൾ നമ്മളെ മുന്നിലാണ്. നമ്മളെ മുമ്പേ അയാൾ ഐഡിയ അടിച്ചു എന്ന കാരണത്താൽ അദ്ദേഹം നമ്മളെക്കാളും മൈ ലൈഫിൽ പരിചയമുള്ള വ്യക്തിയാണ്. അപ്പൊ ഈ നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു മെന്ററിങ്, നമ്മൾ ഗ്രോത്തിലേക്ക് നിൽക്കുന്ന ഒരു ലീഡർ, നമ്മുടെ അപ്ലൈൻ എല്ലാ അപ്ലൈനും ഒരു പക്ഷെ ഗ്രോത്തിലേക്ക് പോയിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഗ്രോത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അപ്ലൈനെ, നമ്മൾ അറിയുന്ന ഒരു അപ്ലൈനെ മെന്റർ ആക്കിയിട്ട് നമ്മൾ ഈ കാര്യം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏത് സമയത്തും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റൂട്ട് നമുക്ക് പറഞ്ഞു തരും. അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എത്രത്തോളം വേര് താഴോട്ട് പോയിട്ടുണ്ടോ ആ മരത്തിനാണ് ഏത് കാറ്റും കോളും വന്നാലും നിലനിൽപ്പുള്ളത്. ഇതുപോലെ ഈ ഒരു സംവിധാനം നമ്മൾ എത്രത്തോളം ഇതിൽ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ടോ, ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടോ, ആ ബുദ്ധിമുട്ടുകൾ നമ്മളെ മനസ്സിന്റെ അകത്തേക്ക് എത്രത്തോളം ആഴത്തിൽ അത് നമ്മൾ ചേർത്തി വെച്ചിട്ടുണ്ടോ എങ്കിൽ നമുക്ക് വിജയവും വലുതായിരിക്കും. ഇപ്പോഴും നമ്മൾ ചിന്തിക്കാറുള്ളത് പരാജയം എന്നുള്ളത് വിജയത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് കാണാറുള്ളത്. ശരിക്കും അങ്ങനല്ലല്ലോ. പരാജയം എന്നുള്ളത് വിജയത്തിന്റെ സ്റ്റെപ്പുകളാണ്. അപ്പൊ നമ്മൾ കളിയാക്കലുകൾ വരാം, കുത്തുവാക്കുകൾ വരാം, അത് ഫാമിലിയിൽ നിന്ന് വരാം, അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരാം. ഇങ്ങനൊക്കെ വരുമ്പോഴും നമ്മൾ അതൊക്കെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അത് വിജയത്തിലേക്കുള്ള സ്റ്റെപ്പാക്കി മാറ്റണം. കളിയാക്കലുകൾ നമ്മൾ വളമാക്കി മാറ്റണം. അപ്പൊ നമുക്കറിയാം, ഒരു തെങ്ങും തൈ നട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തൈ നട്ട് കഴിഞ്ഞാൽ ആ തയ്യിനെ നമ്മൾ ചാണകമോ മറ്റു പല വളങ്ങളും ഇട്ടുകൊടുത്ത് അതിന്റെ വളർച്ചയിലേക്ക് നമ്മൾ സഹായിക്കുന്നുണ്ട്. അപ്പൊ വളരെ ചീഞ്ഞളിഞ്ഞ, അല്ലെങ്കിൽ വളരെ എല്ലാവരും ഒഴിവാക്കുന്ന മോശമായ സാധന വളമായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ കുറ്റം പറയലും ചീത്ത പറയലും ആക്ഷേപിക്കലും കളിയാക്കലും ഒക്കെ വളരെ മോശമായ കാര്യമാണ്. പക്ഷെ ആ മോശമായ കാര്യം നമുക്ക് തരുമ്പോ നമ്മളത് വളമായിട്ട് സ്വീകരിക്കാൻ തയ്യാറായിരിക്കണം. അങ്ങനെ വളമായി സ്വീകരിക്കാൻ തയ്യാറായാൽ അത് നമ്മുടെ ഗ്രോത്തിന് വലിയ പ്രാധാന്യം നൽകും എന്നുള്ളതാണ്. ആ ഒരു രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കിതൊരു പ്രയാസമില്ല. പല ആളുകൾക്കും തുടക്കക്കാർക്ക് വരുന്ന പ്രശ്നം എന്താണ്, അതെങ്ങനെ ആളുകളോട് പറയാ, അതെങ്ങനെ സെല്ല് ചെയ്യാം, ഒരാളോട് പറയാൻ കഴിയില്ലല്ലോ, അല്ലെങ്കിൽ ആൾ പറയുമ്പോ എന്നെ കളിയാക്കുമല്ലോ, എന്നെ ഡോക്ടറാണെന്ന് പറയും, വൈദ്യനാണെന്ന് പറയും. ഇതൊക്കെ കേട്ട ആൾക്കാരാണ് അത് വിജയിച്ചവരൊക്കെ. അതൊക്കെ നമ്മളും കേൾക്കണം, കേട്ടാലേ നമ്മൾ വിജയം. അപ്പൊ നമ്മൾ കേട്ടിട്ടില്ലെങ്കിലോ നമുക്ക് വിജയമില്ല. ഞാൻ എന്നെ ആരും കളിയാക്കിയിട്ടില്ല, എന്നാരും കുറ്റം പറഞ്ഞിട്ടില്ല എന്നൊരാൾ പറയുകയാണെങ്കിൽ അയാൾക്ക് വിജയമില്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ എത്രത്തോളം കുറ്റങ്ങളും നമ്മളെ കുറവുകളും നമ്മളെ കളിയാക്കലും നമ്മൾ കേൾക്കുന്നുണ്ടോ അത്രത്തോളം നമുക്ക് വിജയം ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി. അത് വിജയത്തിലേക്കുള്ള വലിയൊരു, അപ്പോ നമ്മൾ എത്രത്തോളം കുത്തുവാക്കുകൾ കേൾക്കുന്നുണ്ടോ അപ്പൊ നമ്മൾ ഉറപ്പിക്കുക നമുക്ക് വിജയം ഉറപ്പാണ്. നമ്മൾ പ്രവാചകന്മാരുടെ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിലും, അതുപോലെ തന്നെ മുനിമാരുടെ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിലും, ഇങ്ങനെ ഓരോ ആളുടെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിലും അവരൊക്കെ അവരുടെ ജീവിതത്തിന്റെ ആ വലിയൊരു ദൈവിക ബന്ധത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് പ്രയാസം ഇഷ്ടം പോലെ അനുഭവിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ രംഗത്താവട്ടെ, മതരംഗത്താവട്ടെ, സാമൂഹ്യ രംഗത്താവട്ടെ, സാമ്പത്തിക രംഗത്താവട്ടെ, എല്ലാ രംഗത്തും വിജയിച്ച ആളുകൾ, ആ വിജയിച്ച ആളുകളുടെ ഒക്കെ തുടക്കം എടുത്ത് നോക്കുകയാണെങ്കിലും ഒക്കെ പ്രയാസത്തിലാണ്. അവരൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ കഷ്ടപ്പാടിൽ അവർ ഉറച്ചു നിന്നുകൊണ്ട് ഇതെല്ലാം എന്റെ വിജയത്തിലേക്കുള്ള സ്റ്റെപ്പാണെന്ന് മനസ്സിലാക്കി ഓരോ സ്റ്റെപ്പുകളും നമ്മൾ കാലെടുത്ത് മുന്നോട്ട് വെച്ചപ്പോൾ വിജയിച്ചത്. നമ്മൾ കൈതയുടെ കഥ പറയാറുണ്ട്. ഒരു കൈതയെ ഒരു കിണറ്റിലേക്ക് ഇട്ടു, എന്നിട്ട് ആ കൈതയുടെ മണ്ണിട്ട് മൂടാൻ വേണ്ടിയിട്ട് ആളുകൾ അതിലേക്ക് മണ്ണിങ്ങനെ കോരിയിട്ടപ്പോ ആ കിണർ നിറയാൻ നിൽക്കുന്ന സമയത്ത് ആ കൈത പുറത്തേക്ക് വന്നു എന്നുള്ള. കാരണം എന്തായിരുന്നു? ആ കൈതയുടെ ശരീരത്തിലേക്ക് വീഴുന്ന മണ്ണുകളെല്ലാം ആ കൈത കുടഞ്ഞിട്ട് അതിനെ കാലിന്റെ ചുവട്ടിലേക്കാക്കി അതെല്ലാം ആ കിണറ്റിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സ്റ്റെപ്പാക്കി മാറ്റിയപ്പോ അത്ഭുതകരമായിട്ട് ചുറ്റുഭാഗത്ത് നിൽക്കുന്ന ആളുകളെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ കഴുത പുറത്തേക്ക് രക്ഷപ്പെട്ടു എന്ന് നമ്മൾ പറയുമ്പോൾ ഇതിൽ നമുക്ക് കുറെ പാഠങ്ങളുണ്ട്. നമുക്ക് കേൾക്കുന്ന പ്രയാസങ്ങളൊക്കെ അതുപോലെ നമ്മൾ സ്വീകരിക്കുക, അത് നമ്മുടെ കാലിന്റെ ചുവട്ടിലേക്ക് വെക്കുക, സ്റ്റെപ്പാക്കി മാറ്റുക. നമ്മളെ വെല്ലുവിളിച്ചവരുടെ മുന്നിൽ ഒരു വിജയം, ഒരു ദിവസത്തെ വിജയത്തെ നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ഒരു ഡ്രീംസ് ഉള്ള, ഒരു സ്വപ്നമുള്ള, ആഗ്രഹമുള്ള, അത്യാഗ്രഹമുള്ള ഒരു മനുഷ്യനായിട്ട് മാറും. ഈ സ്വപ്നങ്ങളെ നമുക്ക് ഉണ്ടാവണം എങ്കിലേ നമുക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ. അതിലേക്കാണ് നമ്മൾ ചിന്തിക്കേണ്ടതും പോവേണ്ടതും. നമുക്കറിയാം, ലോകം മുഴുവനും
സ്വപ്നമുള്ളവരുടെ ലോകമാണ് ശരിക്ക്. സ്വപ്നമില്ലാത്തവർക്ക് ലോകമില്ല. നമ്മൾ ഇന്ന് ഇരിക്കുന്ന ചെയറുകളാവട്ടെ, നമ്മൾ ഇരിക്കുന്ന വീടാവട്ടെ, നമ്മൾ ഉപയോഗിക്കുന്ന എന്തെല്ലാം സംവിധാനങ്ങളുണ്ടോ, ഈ മൊബൈൽ വരെ അതൊരു സ്വപ്നത്തിന്റെ പിന്നിലെ യാഥാർത്ഥ്യമാണ്. ഇതിന് പിന്നൊരു സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. എവിടെങ്കിലും ഇരിക്കുന്ന മനുഷ്യൻ ഇതുപോലെ ചെയറിലേക്ക് മാറിയത് അത് ഏതോ ഒരു വ്യക്തിയുടെ സ്വപ്നമായിരുന്നു. നമ്മൾ കാണുന്ന ഫ്ലൈറ്റ് അതൊരു വ്യക്തിയുടെ സ്വപ്നമായിരുന്നു. ഇങ്ങനെ ലോകത്ത് എന്തെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതൊക്കെല്ലാം ഏതോ ഒരു വ്യക്തിയുടെ സ്വപ്നത്തിൽ നിന്ന് കടന്നു വന്നതാണ്. അപ്പൊ ലോകം എന്ന് പറഞ്ഞത് സ്വപ്നമുള്ളവരുടെ ലോകമാണ്, സ്വപ്നമില്ലാത്തവരുടെ ലോകമല്ല. ഈ സ്വപ്നത്തെ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനത്തിനാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. DVD എന്ന് നമുക്ക് പറയും. DVD. ഡി എന്ന് പറഞ്ഞാൽ, ഫസ്റ്റത്തെ ഡി എന്ന് പറഞ്ഞാൽ ഡ്രീംസ് എന്നാണ്. ഡ്രീംസുകളെ നമ്മൾ എഴുതി വെക്കണം. ചെറിയത് മുതൽ, ഒരു പേന വാങ്ങൽ മുതൽ, ഒരു ഷൂ വാങ്ങുന്നത് മുതൽ ഉള്ള ഡ്രീമുകൾ, അങ്ങനെ വലിയ വലിയ ഡ്രീമുകൾ വരെ നമ്മൾ ഡ്രീമിന്റെ വ്യത്യസ്ത സെഷനുകളുണ്ട്, വ്യത്യസ്ത ഭാഗങ്ങളുണ്ട്, അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ ഈ ഡ്രീമുകളെ നമ്മൾ എഴുതി വെക്കുമ്പോൾ എന്നും കാലത്തും അതുപോലത്തെ വൈകിട്ടും നമ്മൾ ആ എഴുതി വെച്ച ഡ്രീമുകൾ വായിക്കാൻ ശ്രമിക്കണം. നമ്മുടെ രക്തത്തിലേക്ക് ആ ഡ്രീമുകൾ അലിഞ്ഞു ചേരുമ്പോഴാണ് ഫസ്റ്റത്തെ ഡ്രീമിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്നു. മൈ ലൈഫിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട്, ഒരുപക്ഷെ നമ്മുടെ കയ്യിൽ വേറെ കാശൊക്കെ ഉണ്ടാവാം, പക്ഷെ അതല്ല, മൈ ലൈഫിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ടായിരിക്കണം നമ്മൾ പേന വാങ്ങേണ്ടത്. അതിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ടായിരിക്കും നമ്മൾ ഡ്രസ്സ് വാങ്ങേണ്ടത്. ആ ഒരു രീതിയിലേക്ക് ഓരോ ഡ്രീമുകളും നമ്മൾ അച്ചീവ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആ റൂട്ട് ക്ലിയർ ആയി കഴിഞ്ഞാൽ വഴി എന്താണെന്ന് മനസ്സിലായാലും വഴി എളുപ്പമാവുന്നു. നമ്മൾ ബിസിനസ്സിലേക്ക് എന്ത് വന്നു എന്ന് തിരിച്ചറിഞ്ഞാൽ വഴി മനസ്സിലാവും. എന്തെന്നറിഞ്ഞാൽ വഴി മനസ്സിലാവുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ബിസിനസ്സിലേക്ക് വരുന്നവർക്ക് വൈ എന്ന ചോദ്യത്തിന് ആൻസർ ഇല്ല. അതുകൊണ്ട് തന്നെ വഴി എന്താണെന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. വൈ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുന്ന ഒരാൾക്ക് എന്ത് പ്രയാസങ്ങൾ വന്നാലും അവൻ ഉദ്ദേശിച്ച വഴിയിൽ നിന്ന് അവൻ മാറി നിൽക്കും. കോഴിക്കോട്ടേക്ക് നമ്മൾ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവന്റെ ആ യാത്രയുടെ ഉദ്ദേശം കോഴിക്കോട് എത്തലാണ്. അത് നിർബന്ധവുമാണ്. അന്ന് തന്നെ എത്തും വേണം, ഇന്ന സമയത്തിനുള്ളിൽ എത്തും വേണം എന്ന തീരുമാനത്തിൽ അവനക്ക് ആ ഈ കോഴിക്കോട്ടേക്ക് എന്തിനു പോകുന്നു എന്ന ഉത്തരം അവന്റെ മുന്നിലുണ്ടെങ്കിൽ ആ യാത്ര എത്ര ദുഷ്കരമാണെങ്കിലും, എത്ര പ്രയാസമാണെങ്കിലും, എത്ര റിസ്ക് ആണെങ്കിലും അവൻ കോഴിക്കോട് എത്തും. അവൻക്കതിൽ ഒരു ആനന്ദമാണ്. കാരണം അതിനോട് എത്തിയേ പറ്റൂ എന്ന് ചിന്ത. അപ്പോ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡ്രീംസ് വേണം, സ്വപ്നങ്ങൾ വേണം. ആ സ്വപ്നങ്ങളെ നമ്മൾ എഴുതി വെക്കണം. സ്വപ്നങ്ങളെ എഴുതി വെക്കുമ്പോൾ അതിനെ നേടിയെടുക്കാൻ നമുക്ക് ഉത്സാഹം ഉണ്ടാവും. മെർച്ചന്റ് ഓഫ് ഡ്രീംസ് സ്വപ്ന വ്യാപാരിയായിരിക്കണം. ശരിക്ക് നമ്മുടെ മൈ ലൈഫിൽ വിജയിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വപ്നം ഉണ്ടായിരിക്കണം എന്നതാണ്. ആ സ്വപ്നമുള്ളവർക്ക് ഇത് വിജയിക്കാൻ സാധിക്കും. മറ്റൊന്നാണ് രണ്ടാമത്തെ അക്ഷരം വി എന്ന് പറയുന്നത്, വിഷ്വലൈസേഷൻ. എഴുതി വെച്ച സ്വപ്നങ്ങളെ നേടിയെടുത്തതായിട്ട് കാണാൻ നമുക്ക് എപ്പോഴാണോ കഴിയുന്നത് അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ ഒരു ലീഡറിലേക്ക് വരുന്നത്. ഒരു വീടിന്റെ പ്ലാൻ നമ്മൾ വരയ്ക്കുമ്പോൾ ആ വീടിന്റെ മുഴുവൻ പണിയും കഴിഞ്ഞത് നമുക്ക് കാണാൻ നേരത്തെ സാധിക്കുന്നുവോ അതിന്റെ പേപ്പർ നമ്മളെ കൈ കിട്ടി കഴിഞ്ഞാൽ പിന്നീട് ആ വീടിന്റെ മുഴുവൻ പണിയും കഴിഞ്ഞ പേപ്പറിന്റെ ഒരു ചിത്രം നമ്മളെ കൈ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എപ്പോഴും അതിലേക്ക് നോക്കും, ഈ വീട് ഇങ്ങനെ ആക്കണം എന്നുള്ള, അല്ലെങ്കിൽ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഞാൻ അതില് കയറിയിരിക്കുന്ന രംഗം, അതിലേക്ക് ക്ഷണിക്കുന്ന ആളുകള്, ഇങ്ങനെയൊക്കെ നമുക്കതിൽ കാണാൻ പറ്റും. അപ്പൊ ഒരു പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞാൽ നമ്മൾ കാണേണ്ടത് ആ പാതകമോ അല്ലെങ്കിൽ ഫില്ലറോ അതിന്റെ തറയോ അല്ല, ഇതെല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞൊരു വീടാണ് നമ്മുടെ മനസ്സിൽ വേണ്ടത്. എങ്കിലും നമ്മൾ അതിനു വേണ്ടി ഉത്സാഹിക്കുകയുള്ളൂ. അതിൽ താമസിക്കുന്നതിന്റെ ആ സുഖം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കൂ. അപ്പൊ നമ്മൾ കാണാൻ സാധിക്കണം. അകക്കണ്ണുകൊണ്ട് കാണാന്ന് പറയും, ഉൾക്കാഴ്ച എന്നൊക്കെ പറയും. കാഴ്ചയുള്ളവരല്ല വിജയിച്ചത്, ഉൾക്കാഴ്ചയുള്ളവർ ആ ലോകത്ത് അത്ഭുതങ്ങൾ ഉണ്ടാക്കിയത്. പലപ്പോഴും നമ്മൾ കണ്ടുപോകുന്നുണ്ട്. കണ്ട വസ്തുവിനെ എങ്ങനെ നിർമ്മിച്ചു, അതിന് പിന്നിലാര് എന്ന ചരിത്രങ്ങളിലൂടെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോഴാണ് നമുക്കും അതിൽ കുറെ പാഠങ്ങൾ ഉണ്ടാവുന്നത്. ഇതുപോലെ
ഈ ഒരു മഹത്തായിരിക്കുന്ന ഡ്രീംസുകളെ നമ്മൾ എഴുതി വെച്ച് അതിനെ അച്ചീവ് ചെയ്യാനും അത് അച്ചീവ് ചെയ്തതുപോലെ ആസ്വദിക്കാനും നമുക്ക് സാധിച്ചാൽ നമ്മൾ വിജയിയാണ്. അപ്പൊ ഒന്ന് ഡ്രീംസ്, രണ്ട് വിഷ്വലൈസേഷൻ, അത് കാണാൻ പറ്റണം. അത് ഒരു ദിവസം എത്ര വട്ടം കാണാൻ പറ്റുമോ അത്ര നല്ല. എന്ന് വെച്ചാല് ആ സ്വപ്നങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുന്ന രാവിലെ ഇരുന്നിട്ട് എന്താ പണി, ഉച്ചക്ക് ലീഡർ വിളിച്ചു, എന്താ പണി, ഞാൻ വിഷ്വൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇവര് രാത്രി വിളിച്ചപ്പോൾ അപ്പോൾ പറഞ്ഞാൽ വിഷ്വൽ, ഇങ്ങനെ വിഷ്വൽ ചെയ്തിട്ട് കാര്യമില്ല. നമ്മളതിന് സമയം നിശ്ചയിച്ച് ആ സമയത്ത് കാണുകയും പിറ്റേന്ന് കറക്റ്റ് ആ സമയത്ത് കാണുകയും നമ്മൾ കിടക്കുന്നതിന് മുമ്പ് എണീറ്റ ഉടനെ ഈ രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ നമ്മളെ ആ ക്ലിയർ മൈൻഡിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ആഗ്രഹങ്ങളെ നമുക്ക് കാണിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതിന് ദൈവം നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങളും അനുകൂലമായ വ്യക്തികളും ഒരുപക്ഷെ നമ്മൾ അറിയാത്ത ആളുകളെ നമ്മൾ മുന്നിൽ കൊണ്ടുവന്നു തരും. മൂന്നാമത്തെ സ്പെല്ലിംഗ് ഡി, അതായത് DVD. മൂന്നാമത്തെ D വരുന്നത് ഡിറ്റർമിനേഷൻ ആണ്. അതായത് എഴുതിയ സ്വപ്നങ്ങളെ നേടിയെടുത്തതായിട്ട് കാണാൻ സാധിക്കുകയും ആ നേടിയെടുത്തതായി കാണാൻ സാധിക്കുന്ന കാര്യങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഉറച്ചു നിൽക്കുകയും ചെയ്യുക. ഡിറ്റർമിനേഷൻ, ഉറച്ചു നിൽക്കുക. ഈ ഉറച്ചു നിൽപ്പാണ് ഏതൊരു മേഖലയിലും ആളുകൾക്ക് വിജയിക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാര്യം. ഉറച്ചു നിൽക്കാത്തവര് ഒരു വിജയിക്കില്ല. കോഴിക്കോട് എത്രയെന്ന് വിചാരിച്ച ഒരു വ്യക്തി ബസ്സിൽ കയറിയിട്ട് ചങ്കുവിട്ടിറങ്ങിയാൽ അയാള് അതിന്റെ ലാസ്റ്റിംഗ് വരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഉറച്ചു നിന്നിട്ടില്ല. ഒരു പക്ഷേ യാത്ര ചെയ്യുന്ന ബസ്സിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാം, ആ ബസ്സിൽ നിന്ന് ഇറങ്ങി അടുത്ത ബസ്സിൽ കയറണം. അയാൾ കോഴിക്കോട് എത്ര ലക്ഷ്യം. പക്ഷെ നേരത്തെ കയറിയ ബസ്സിന്റെ ടയർ പഞ്ചറായി എന്ന് വിചാരിച്ച് തിരിച്ചു പോന്നാലോ അയാള് ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ടി അതിനെ പരിപൂർണമായിരിക്കുന്ന എഫേർട്ട് എടുത്തില്ല. പരിപൂർണമായ എഫേർട്ട് എടുക്കുമ്പോഴാണ് എടുത്തുള്ളൂ. അതിന് ചില സമയങ്ങളുണ്ട്, ആ സമയത്ത് എത്താൻ കഴിയുള്ളൂ. അതിന് ചില കാശ് ചിലവാക്കേണ്ടതുണ്ട്, ചില ആളുകളോട് ഒരുമിച്ചിരിക്കേണ്ടതുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളും ഒരു യാത്രയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതുപോലെ ഈ ഒരു മഹത്തായ സംവിധാനത്തിന്റെ സ്വപ്നങ്ങളെ നേടിയെടുക്കാൻ നമ്മൾ സഞ്ചരിക്കുമ്പോൾ പല ആളുകളെയും കാണേണ്ടി വരും, പല പ്രയാസങ്ങളും നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഇതെല്ലാം ഇതിൽ പറഞ്ഞതാണ്, അതിൽ പറയാത്തതല്ല. ഒരാൾക്ക് ഒരു വാഹനം എടുക്കണമെങ്കിൽ അതിൽ കുറെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ആ വാഹനം സ്വന്തമാക്കാൻ സാധിക്കുള്ളൂ. ഇതൊക്കെ ഞാൻ എഴുതി ഒപ്പ് സൈൻ ചെയ്യണം, അല്ലെങ്കിൽ ഇത്ര കാശ് കൊടുക്കണോ എന്നൊക്കെ ചിന്തിച്ചാൽ വാഹനം കിട്ടില്ല. അത് അതിന്റെ നിയമമാണ്. ഇതുപോലെ മൈ ലൈഫ് നമുക്ക് വിജയിക്കാൻ അതിന്റെ ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളാണ് ഒന്നാമത് നമ്മളും പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യും. അതിനാണ് ഒന്നാമത്തെ നിയമം, വിശ്വാസം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ആരെ വിശ്വസിക്കുക, ആരോട് വിശ്വാസം ഉണ്ടാകും. വിശ്വാസം ഇല്ലെങ്കിൽ നമുക്ക് പരാജയമാണ്. ഒന്ന്, ആദ്യം നമ്മൾ നമ്മെ വിശ്വസിക്കുക. ഞാൻ ഇതിന്റെ അറ്റം കണ്ടേ ഇതിൽ നിന്ന് പിരിയൂ എന്ന് ചിന്തിച്ചാൽ ആ ഒരു പറയുന്ന വാക്കുണ്ടല്ലോ, അതിനൊരു വിശ്വാസമാണ്. ആ വിശ്വാസത്തിൽ എന്ത് പ്രതിസന്ധി ഉറച്ചു നിൽക്കാൻ കഴിയണം. വിശ്വാസത്തിനാണ് ഒന്നാമത്തെ ശരി. അപ്പൊ ഒന്ന് സ്വന്തം വിശ്വസിക്കുക, രണ്ട് അപ്ലൈനെ വിശ്വസിക്കുക. തന്റെ അപ്ലൈനിലേക്ക് വെള്ളം കുത്തിയൊഴുകുന്ന വെള്ളത്തിൽ ഒരു പിതാവും മകനും അകപ്പെട്ടപ്പോ മകനോട് പിതാവ് പറഞ്ഞു, മോനെ എന്റെ കൈ പിടിക്കും. അപ്പോൾ ബുദ്ധിയുള്ള മകൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൈ പിടിച്ചാൽ ഒരുപക്ഷെ ഈ പ്രയാസം വരുമ്പോൾ ഞാൻ എന്റെ കൈ വിട്ടുപോകും. അതുകൊണ്ട് നിങ്ങൾ എന്റെ കൈ പിടിച്ചാൽ ഒരിക്കലും നിങ്ങൾ എന്നെ വിടില്ല എന്നുള്ളൊരു മെസ്സേജ് കൊടുത്തു. ഇവിടെ അപ്ലൈന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റൂളാണ്. അല്ലെങ്കിൽ അപ്ലൈൻ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഏത് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും അപ്ലൈൻ പിടിക്കാൻ നമ്മളുണ്ട്. അദ്ദേഹത്തിന്റെ കൈ നമ്മോട് കൂടെയുണ്ട്, അദ്ദേഹത്തിന്റെ ശരീരം നമ്മോട് കൂടെയുണ്ട്, അദ്ദേഹത്തിന്റെ മനസ്സ് നമ്മോട് കൂടെയുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് പിടിക്കാൻ എന്തെങ്കിലും വേണമല്ലോ, അതിന് കൈ വേണം. ആ കൈ നമ്മൾ കൊടുക്കണം. കൈ മാത്രം കൊടുത്താൽ പോരാ, മനസ്സ് കൊടുക്കണം. എല്ലാം നമ്മൾ അദ്ദേഹത്തെ സമർപ്പിക്കുമ്പോഴാണ് ആ അപ്ലൈന് നമ്മളെ വളർത്താൻ, നമ്മളെ ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമ്മുടെ കുറവുകൾ എന്തൊക്കെയാണ്? എല്ലാവരും അധ്യാപകന്മാരാവില്ല, എല്ലാവരും നല്ല സംസാര നൈപുണ്യമുള്ളവരാവില്ല, എല്ലാവരും എല്ലാ കഴിവുള്ളവരില്ല. പല ആളുകളും വ്യത്യസ്ത കഴിവുകളാണ്. അപ്പൊ നമുക്ക് എന്തൊക്കെ അറിയും, എന്തൊക്കെ അറിയില്ല എന്നുള്ളത് നമ്മുടെ സിമ്പിളാണ്. ഇത് പലപ്പോഴും നമ്മൾ പറയാതെ പറയും, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കില്ല. അപ്പൊ അപ്പോഴും നമുക്ക് പരാതികൾ മാത്രമായിരിക്കും. അപ്പൊ അതിനപ്പുറം നമ്മൾ സമർപ്പിക്കുക അദ്ദേഹത്തെ. അദ്ദേഹം ഏത് പ്രോഗ്രാമിനെ വിളിച്ചാലും എവിടേക്ക് വിളിച്ചാലും നമ്മൾ പങ്കെടുക്കുകയും നമ്മുടെ ഗ്രോത്തിലേക്ക് ആവശ്യമുള്ള അദ്ദേഹം തരുള്ളൂ. കാരണം ഇതിന്റെ സിസ്റ്റം അങ്ങനെയാണല്ലോ.
മറ്റുള്ളവരെ സഹായിക്കാൻ ഹെൽപ്പ് ചെയ്യലാണ്. തന്റെ കൂടെ വന്നവരെ വിജയിക്കുമ്പോഴാണ് താൻ വിജയിക്കുന്നത് എന്ന ബോധ്യം ഓരോ അപ്ലൈനും ഉണ്ട്. ഇന്ന് നമുക്ക് മുകളിൽ അപ്ലൈൻ ഉണ്ട്, നമ്മളും അപ്ലൈൻ അപ്ലൈനാണ്. അപ്പോ നമ്മുടെ അപ്ലൈനെ നമ്മൾ വിശ്വസിക്കുക, നമ്മളെ കൊണ്ടുവന്ന ആളെ നമ്മൾ വിശ്വസിക്കുക, നമ്മളെ മെന്ററെ നമ്മൾ വിശ്വസിക്കുക, നമ്മളെ കൂടെ ഉള്ളവരെ നമ്മൾ നമ്മുടെ ബിസിനസ് പാർട്ട്നേഴ്സ്, അതായത് നമ്മുടെ ഡൗൺ ലൈൻ, അവരെ നമ്മൾ വിശ്വസിക്കുക. ഓരോരുത്തരും വിശ്വസിക്കുമ്പോഴാണ് ഉറച്ചു നിൽക്കാൻ കഴിയുള്ളൂ, വിജയിക്കാൻ കഴിയുള്ളൂ. വിശ്വാസമില്ലാത്തവന്റെ മനസ്സ് എപ്പോഴും താളം തെറ്റിക്കൊണ്ടിരിക്കും, അപ്പൊ വിജയത്തിലേക്ക് എത്തില്ല. കാരണം ഒരു കിടങ്ങ് നമ്മൾ എടുത്തു ചാടുമ്പോ 100% കിടങ്ങിന്റെ അപ്പുറത്തേക്ക് എത്തുമെന്നുള്ള 100% വിശ്വാസം ഉണ്ടെങ്കിൽ അങ്ങോട്ട് എത്താൻ കഴിയുള്ളൂ. അവിടെ 99.9% വിശ്വാസം ഉണ്ടായാൽ അങ്ങോട്ട് എത്തൂല, ആ കുഴിയിലേക്ക് ചാടുക, കിടങ്ങിലേക്ക് ചാടും. ഇവിടെ നമ്മൾ അപ്ലൈൻ ആവട്ടെ ഡൗൺ ലൈൻ ആവട്ടെ 100% വിശ്വസിക്കണം. ആ 100% വിശ്വസിക്കുമ്പോഴാണ് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അദ്ദേഹം എനിക്ക് വേണ്ടിയിട്ടാണ്, എന്റെ വിജയത്തിന് വേണ്ടിയിട്ടാണ് എന്നോട് സംസാരിക്കുന്നത് എന്ന വിശ്വാസം നമുക്ക് ഉണ്ടാവണം. അപ്പൊ വിശ്വാസം ഒന്ന് സ്വന്തം വിശ്വസിക്കുക, അപ്ലൈൻ വിശ്വസിക്കുക, ഡൗൺ ലൈൻ വിശ്വസിക്കുക. പിന്നെ നമുക്ക് കമ്പനിയുടെ മാനേജ്മെന്റിനെ 100% വിശ്വസിക്കണം. കമ്പനിയുടെ മാനേജ്മെന്റ് നമുക്കറിയാം, പ്രവീൺ ജി ചന്ദ് ഒരിക്കലും മൈ ലൈഫിൽ നിന്ന് കാശ് കിട്ടാൻ വേണ്ടിയിട്ട് വന്ന ആളല്ല. അദ്ദേഹം ഓൾറെഡി കോടീശ്വരനാണ്. അദ്ദേഹത്തിന്റെ ഡ്രീംസുകളൊക്കെ നമുക്ക് വായിച്ചെടുക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ അദ്ദേഹം, നമുക്കറിയാം, ഇന്ത്യയുടെ ഡെവലപ്മെന്റ് വേണ്ടിയിട്ട്, ഓരോ ഇന്ത്യക്കാരന്റെയും വിജയത്തിന് വേണ്ടിയിട്ട് അവരെ കോടീശ്വരനാക്കാൻ, ലക്ഷപ്രഭു ആക്കാനുമാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ആ ഒരു ലക്ഷ്യമായിട്ട് അദ്ദേഹം ഇറങ്ങിയിട്ടുള്ളത്. അപ്പോ ശരിക്കും അദ്ദേഹം സയ്യിദുൽ ഖൗമി ഖാദിമു എന്ന് പറഞ്ഞ പോലെ അദ്ദേഹം നമ്മെ സേവിക്കാൻ വേണ്ടി കടന്നു വന്നതാണ്. നമ്മൾ അദ്ദേഹത്തെ വിശ്വസിക്കണം. അതുപോലെ കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ നമ്മൾ വിശ്വസിക്കണം. ഈ പ്രൊഡക്റ്റുകൾ 100% വിശ്വാസം ഉണ്ടാകുമ്പോഴേ ഇത് നമുക്ക് ഒരാൾക്ക് സമർത്ഥിക്കാൻ പറ്റുള്ളൂ. ഒരാളെ നമ്മൾ പുറത്തു കൊണ്ടുപോയി നമ്മൾ ചോദിക്കുകയാണ്, ഇതിൽ 100% ഇത് റിസൾട്ട് ഉണ്ടോ എന്ന് പറഞ്ഞാൽ 100% ഉണ്ട് എന്ന് നമുക്ക് 110% ഗൗരവത്തിൽ പറയാൻ പറ്റില്ല. ഇത് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയാൻ സാധനം കുറിപ്പിന്റെ ഉറപ്പ് എന്ന് പറയാം. ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരാൾ ആ ഉറപ്പാണ്. രണ്ടാമതും ചോദിച്ചു ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഉറപ്പന്നെയാണ്. മൂന്നാമതും ചോദിച്ചു ഉറപ്പന്നെയാണ്, ഉറപ്പന്നെയാണ് തോന്നുന്നത്. അതാണ് കുറിപ്പിന്റെ ഉറപ്പ് എന്ന് പറയാം. നിങ്ങൾ ഉറപ്പിന്റെ ഒരു കാര്യമില്ല. നമ്മളോട് ചോദിക്കുമ്പോ ആ ചോദ്യത്തിന് കറക്റ്റ് നമ്മൾ മറുപടി കൊടുക്കുമ്പോഴാണ് കേൾക്കുന്ന ആൾക്ക് വിശ്വാസം ഉണ്ടാവുള്ളൂ. റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ക്യാഷ് തിരിച്ചു വരാമെന്ന് വിശ്വാസം കൂടി കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു വിശ്വാസം തന്നെയാണ്. 100 പേർക്ക് നമ്മൾ പേസ്റ്റ് കൊടുക്കുമ്പോൾ 100 ആളോട് നമ്മൾ പറയാണ് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ക്യാഷ് അങ്ങോട്ട് തിരിച്ചു വരുന്നു പറയുമ്പോൾ, ഒരു പക്ഷേ ആ 100ൽ നിന്ന് ഏതെങ്കിലും 2 ആൾക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടിയില്ലെങ്കിലും നമുക്ക് ഇവിടെ കാശ് തിരിച്ചു കൊടുക്കുന്ന ഒരു നഷ്ടമില്ല. കണ്ട ഇവിടെ 98 ആളിൽ നമുക്ക് ലാഭത്തോടുകൂടി കാശ് കിട്ടിയിട്ടുണ്ട്. എല്ലാ പ്രൊജക്റ്റും എല്ലാപ്പോഴും എല്ലാ സമയത്തും റിസൾട്ട് എല്ലാ കുട്ടികളും നിയമമൊന്നുമില്ല. ഇവിടെ എല്ലാ കമ്പനികളും നിലനിൽക്കേണ്ടതുണ്ട്, എല്ലാവരും ജീവിക്കേണ്ടതുണ്ട്. പക്ഷെ നമ്മുടെ കമ്പനി, ഇപ്പൊ എന്നോടൊക്കെ ഒരാൾ ചോദിച്ചു 100% റിസൾട്ട് കിട്ടുമെന്ന് ചോദിച്ചാൽ ഞാൻ പറയാറുണ്ട്, ഇത് റിസൾട്ട് കിട്ടിയവർ ഇഷ്ടം പോലെ ആളുകളുണ്ട്. ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് കൂട്ടുകള് നല്ല കൂട്ടുകളാണ്. നല്ലതിന്റെ കൂടെ ദൈവം നിൽക്കുമല്ലോ. അതുകൊണ്ട് നിങ്ങൾക്കും റിസൾട്ട് കിട്ടട്ടെ, 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടട്ടെ, ബാക്കിയൊക്കെ ദൈവത്തിന് എടുക്കുന്ന കാര്യമാണ്, അള്ളാഹുവിന്റെ കാര്യമാണ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരാൾ തള്ളൂല. നമ്മൾ പറയുന്നിടത്തുള്ള കാര്യങ്ങളാണ്. നമ്മൾ ശ്രദ്ധിച്ച് പറയുമ്പോൾ, സൂക്ഷ്മതയോട് പറയുമ്പോൾ അവിടെ തെറ്റും വരുന്നില്ല. അയാൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും ചെയ്യും, ഉപയോഗപ്പെടുത്താനും സാധിക്കും. അപ്പൊ പ്രൊഡക്റ്റിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ആ വിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കണം. പിന്നെ മറ്റൊന്നാണ്, വിശ്വാസത്തിന്റെ പുറമെ നമുക്ക് വേണ്ട ഒന്നാണ് പ്രവർത്തനം ഉണ്ടാവും. നല്ല പ്രവർത്തിക്കുക. വിശ്വസിച്ച് എല്ലാ കമ്പനിയും ഓക്കെ, അപ്ലൈനും ഓക്കെ, പ്രൊഡക്റ്റും ഓക്കെ, എന്റെ കൂടെ വന്ന ആൾക്കാരൊക്കെ ഓക്കെ, ഞാൻ പെരയിലിരിക്കുള്ളൂ എന്ന് തീരുമാനിച്ചാൽ നടക്കൂല. നമ്മൾ ഇതൊക്കെ ഓക്കെ ആയിരുന്നാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമ്മൾ ഗ്രൗണ്ടിൽ ഇറങ്ങുക എന്നുള്ളതാണ്. നല്ല പ്രവർത്തിക്കുക, നല്ല പ്രവർത്തനമായിരിക്കണം, നല്ല പ്രവർത്തിക്കും വേണം. ഒന്നുകൂടി, നല്ല പ്രവർത്തനമായിരിക്കണം, അത് നല്ല പ്രവർത്തിക്കും വേണം, എങ്കിലും വിജയിക്കാൻ കഴിയുള്ളൂ. ഇവിടെ പലപ്പോഴും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, ഇഷ്ടംപോലെ ഓടുന്നുണ്ട്, പക്ഷെ അത് നല്ലൊരു പ്ലാൻ ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനം ആവുന്നില്ല. പ്ലാൻ ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനം ആവുമ്പോഴേ നല്ല പ്രവർത്തനമാവുള്ളൂ. ആ പ്ലാൻ ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനം, നല്ല പ്രവർത്തനം, അത് നല്ല പ്രവർത്തിക്കണം, കൂടുതൽ പ്രവർത്തിക്കണം എന്ന അർത്ഥത്തിലാണ് നല്ലതെന്ന് ഉപയോഗിച്ചത്. ഇതിൽ പല ഭാഗത്തുള്ള ആൾക്കാരും കേൾക്കുന്നുണ്ടാവും.
അപ്പോ ആ ഒരു രീതിയിലേക്ക് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും റിസൾട്ട് നമുക്ക് വന്നു തുടങ്ങും. ഒരു സ്ഥലത്ത് വെള്ളം ഉറ്റുന്നുവെങ്കിൽ വെള്ളം ഉറ്റുന്ന ആദ്യ ടൈമിൽ തന്നെ അവിടെ അടയാളം വരില്ല. കണ്ടിന്യൂ അവിടെ വെള്ളം ഉറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ അടയാളം വരിക, അവിടെ ഒരു മാർക്ക് വരുള്ളൂ. നമ്മളൊരു സ്ഥലത്ത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് അങ്ങോട്ട് എത്തണമെങ്കിൽ അതിനനുസരിച്ച് വെള്ളം അവിടെ ഒഴിക്കണം, എങ്കിൽ അങ്ങോട്ട് എത്തുള്ളൂ, ആ തലക്കെത്തുള്ളൂ. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് ആ മണ്ണിലേക്ക് തന്നെ താഴ്ന്നു പോകും. ഈ താഴ്ന്ന ഭാഗത്തെല്ലാം നനഞ്ഞ് പിന്നീട് ആ നനഞ്ഞ ഭാഗത്ത് വെള്ളം ഇനി താഴോട്ട് ഇറങ്ങേണ്ട, അടുത്ത സ്ഥലത്തേക്ക് പോകണം എന്ന തീരുമാനത്തിൽ വെള്ളം എത്തുമ്പോഴാണ് ലക്ഷ്യസ്ഥാനത്തേക്ക് വെള്ളം എത്തുള്ളൂ. അപ്പൊ നമ്മളത് ഒഴിച്ചുകൊണ്ടേയിരിക്കണം, ചെയ്തുകൊണ്ടേയിരിക്കണം, പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം. ആര് വന്നു ആര് വന്നില്ലേ എന്ന് നോക്കാൻ തന്നെ പാടില്ല. നമ്മൾ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് പ്രാധാന്യം. ഞാൻ എത്രത്തോളം ചെയ്യുന്നു എന്നുള്ളത് ശ്രദ്ധിച്ചാൽ മതി. എന്റെ കൂടെ എത്ര ആൾ വന്നു എന്നുള്ളതെല്ലാം നോക്കേണ്ടത്. പലപ്പോഴും ഞാൻ എത്ര വർഷമായി എന്റെ കൂടെ ഉദ്ദേശിച്ച ടീമൊന്നും ആയിട്ടില്ല, ആളുകളൊന്നും ആയിട്ടില്ല എന്നല്ല ചിന്തിക്കേണ്ടത്. ഞാൻ എത്രത്തോളം വർക്ക് ചെയ്തു. ഇപ്പൊ നമുക്കറിയാം, 3 വർഷമായപ്പോ STC ആയവരുണ്ട്, STC ആവാത്തവരുണ്ട്, RTC ആയവരുണ്ട്, NTC ആയവരുണ്ട്. പല ആളുകളും 3 വർഷം കൊണ്ടായ ആയവരുണ്ട്. STC ആള് അതിനനുസരിച്ച് വർക്ക് ചെയ്തു, RTC ആള് അതിനേക്കാൾ കുറച്ച് കൂടുതൽ വർക്ക് ചെയ്തു. അപ്പൊ ഓരോരുത്തരുടെ വർക്കിനനുസരിച്ച് കൊടുക്കുന്ന ആളുകളുടെ പ്രാധാന്യത്തിനനുസരിച്ച് ഇയാൾക്ക് ഗ്രോത്ത് പെട്ടെന്നുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെപ്പോഴും പരാതികൾ പറയുന്നത് സമയം കളയുന്നതിനപ്പുറം അത് ഗ്രോത്തിലേക്കുള്ള വഴികളെ ചിന്തിക്കുമ്പോൾ നമുക്കത് പോസിറ്റീവായിട്ട് ഉൾപ്പെടുത്താൻ സാധിക്കും. ആ രീതിയിലേക്കായിരിക്കണം നമ്മൾ വേണ്ടത്. അപ്പൊ ഒന്ന് വിശ്വാസം, രണ്ടാമതേം പറഞ്ഞു നല്ല പ്രവർത്തനം ഉണ്ടായിരിക്കുക. ആ നല്ല പ്രവർത്തനം തുടക്കക്കാരൊരിക്കലും സ്വന്തം ആരോടും പോയി പറയരുത്. തന്നെ അപ്ലൈനെ കൂട്ടിയിട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ആ ലിസ്റ്റിലുള്ള ആൾക്കാരെ കാണാൻ അപ്ലൈനെ കൂട്ടി കൊണ്ടുപോകുമ്പോഴാണ് അവിടെ നമുക്ക് പഠിക്കാൻ സാധിക്കും. മൂന്നാമത്തെ ഒരു കാര്യം, നമുക്ക് അറിയുന്ന കാര്യത്തെ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക. വിശ്വാസമുണ്ട്, നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ പ്രവർത്തനം നമ്മുടെ കൂടെ വന്ന എന്നെ വിജയിപ്പിക്കൂ എന്ന് പറഞ്ഞ ഒരാൾ നമ്മളെ കൂടെ ഐഡിയ അടിക്കണമെങ്കിൽ മിനിമം നമ്മൾ താഴത്തൊക്കെ ഐഡിയ ക്രിയേറ്റ് ചെയ്ത് എത്രയോ ആളുകൾ ഉണ്ടാവും. ഈ ആളുകൾ പലപ്പോഴും പലവരും ആക്റ്റീവ് അല്ല. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളെ കൂടെ ഐഡി ക്രിയേറ്റ് ചെയ്ത ആൾക്കാരൊക്കെ താല്പര്യപ്പെട്ട് വന്നതായിരുന്നു. എന്തുകൊണ്ട് അവർ പിന്നോട്ട് പോയി? നമ്മളെ സ്വന്തം പ്രശ്നമാണ്. കാരണം അയാൾ താല്പര്യപ്പെട്ടു. നമ്മൾ ആദ്യം പറഞ്ഞത് അദ്ദേഹം കേട്ടിട്ടുണ്ട്, താല്പര്യത്തോട് വന്നതാണ്. എവിടുന്നോ ആ താല്പര്യം നഷ്ടപ്പെട്ടു. അത് നമ്മൾ അദ്ദേഹത്തിന് സ്വന്തം പോയിരുന്നിട്ട് നമ്മൾ അപ്ലൈനൊന്നും കൊണ്ടുപോകാതെ, നമ്മുടെ കൂട്ടുകാരനാണെങ്കിൽ അവർ അപ്ലൈനും കൊണ്ടുപോകണം, നമ്മൾ തൊട്ട് പോയിരുന്നിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് അവനക്കൊരു വിശ്വാസം കൊടുക്കുക, ഒരു ഉറപ്പ് കൊടുക്കുക. അപ്പൊ അദ്ദേഹം വീണ്ടും ഇറങ്ങും. അപ്പൊ നമുക്ക് വിശ്വാസമായ കാര്യങ്ങളെ, നമ്മൾ പഠിച്ച കാര്യങ്ങളെ, നമുക്ക് റിസൾട്ട് കിട്ടിയ കാര്യങ്ങളെ, നമുക്ക് ക്യാഷ് കിട്ടിയതിന്റെ ആ കോൺഫിഡൻസ്, അതൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യണം, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഒന്ന് വിശ്വാസം വിജയിക്കണമെങ്കിൽ, ഏത് മേഖല വിജയിക്കണമെന്ന് വിശ്വാസം, രണ്ട് നല്ല പ്രവർത്തനം, മൂന്നാമത് മറ്റുള്ളവരോട് നമ്മൾ പറയാൻ തയ്യാറാവുക എന്നുള്ളത്. ഇവിടെ നമ്മോട് പറഞ്ഞത് പറയാൻ തയ്യാറാവുക എന്നുള്ളതാണ്. ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരാൻ തയ്യാറാവുക എന്നുള്ളതല്ല. അത് വന്നോളൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സ്ഥലത്ത് വെള്ളം പലവട്ടം ഉറ്റി വീണാൽ അതിനടയാളം വരുള്ളൂ. ഒരട്ടം മുറ്റി വീണുകൊണ്ട് അടയാളം വരില്ല. അപ്പൊ നമ്മളോട് വർക്ക് ചെയ്യാനാ പറഞ്ഞത്, പ്രവർത്തിക്കാനാ പറഞ്ഞത്. ആ പ്രവർത്തനം നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോ ഒരുപക്ഷെ നമ്മൾ അറിയുന്ന ആളുകളോട് പറഞ്ഞപ്പോ അവരാരും വന്നിട്ടില്ല. പക്ഷെ നമ്മൾ അറിയാത്ത ആളുകളെ നമ്മൾ എവിടുന്നെങ്കിലും പരിചയപ്പെട്ടു, അവരായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ ലീഡറായിട്ട് മാറുന്നത്. അപ്പൊ അറിയുന്നവരോട് നമ്മൾ എന്തിനു പറഞ്ഞു? നമ്മളെ എക്സ്പീരിയൻസിന് വേണ്ടി. എങ്ങനെ പറഞ്ഞു പഠിക്കണം, എങ്ങനെ ഇത് ചെയ്തു പഠിക്കണം എന്ന എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഫാമിലിയോട് പറഞ്ഞത്, എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞത്. അവരൊക്കെ എന്നെ ടാറ്റ പറഞ്ഞിട്ട് പറഞ്ഞു ചെയ്തു എന്ന് പറഞ്ഞു. ആ ചെയ്തു എന്ന് പറഞ്ഞ് നെഗറ്റീവും നോയും കേൾക്കണം നമുക്ക്. അത് കേൾക്കുമ്പോഴാണ് നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ. അപ്പൊ ആ നോ കേൾക്കാനാണ് നമ്മുടെ കൂട്ടുകാരോട് പറഞ്ഞത്. അല്ലാതെ അവർ വന്നിട്ടില്ല എന്നുള്ള പരാതികളല്ല. അത് നമ്മളെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ പുറത്തൊരാളോട് പറഞ്ഞാല് അയാൾ നെഗറ്റീവ് ഒന്നും പറഞ്ഞോളന്നില്ല, എനിക്ക് താല്പര്യമില്ല മോനെ എന്ന് പറയുള്ളൂ. നേരെ മറിച്ചോ നമ്മൾ കൂട്ടുകാരോട് പറഞ്ഞാലോ അവര് വേണ്ടപ്പോടെ നമ്മളെ കളിയാക്കും. നമ്മുടെ ഫാമിലി പറഞ്ഞാലോ അവരൊന്നും സപ്പോർട്ട് ചെയ്ത് തരില്ല. എതിർപ്പുകളോണ്ട് എതിർപ്പുകളായിരിക്കും.
അപ്പൊ നമ്മൾ ആദ്യം പറയേണ്ടത് അവിടെ തന്നെയാണ്. ആ പറഞ്ഞു വരുമ്പോൾ നമുക്ക് കിട്ടേണ്ട എതിർപ്പുകളും കളിയാക്കലും നമ്മൾ കേൾക്കണം. അത് കേട്ട് നമ്മൾ വളരണം. അപ്പോഴാണ് എന്താണ് പ്രയാസം എന്ന് മനസ്സിലാവുള്ളൂ, എന്താ ബുദ്ധിമുട്ടെന്ന് മനസ്സിലാവുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ അറിഞ്ഞതും മനസ്സിലാക്കിയതും മറ്റോട് പറയാൻ തയ്യാറാണ്. പിന്നെ വേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ക്ഷമ. ക്ഷമ വേണം. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പാടെ നമ്മൾ കൂട്ടി വായിക്കുമ്പോ ഒക്കെ ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. ക്ഷമ നമുക്ക് വേണം. നേരത്തെ പറഞ്ഞു വിശ്വാസമുണ്ട്, പ്രവർത്തനമുണ്ട്, ഒക്കെ ഉണ്ട്. ഈ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ക്ഷമയാണ് വേണ്ടത്. ക്ഷമ നല്ല വണ്ണം ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരാൾക്ക് വിജയത്തിന്റെ ഏത് ലെവലിലും എത്തിക്കാൻ സാധിക്കുള്ളൂ. ക്ഷമയാണ് അസ്വബുറുനിസ്ഫുല്ലിമാൻ എന്ന് പറയുന്നത്. അസ്വബുറുനിസ്ഫുല്ലിമാൻ, വിശ്വാസത്തിന്റെ പകുതി ക്ഷമയാണ്. അവൻ എന്ത് വിശ്വസിച്ചോ ആ വിശ്വാസത്തെ ആസ്വദിക്കാൻ ക്ഷമ കൂടെ ഉണ്ടെങ്കിൽ ആ വിശ്വാസത്തിൽ അവൻ ഉദ്ദേശിച്ച കാര്യങ്ങളെ ആസ്വദിക്കാൻ സാധിക്കുള്ളൂ. ഇവിടെ പലപ്പോഴും നമുക്ക് ക്ഷമ നഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറെ ആൾക്കാരോട് പറഞ്ഞു, ആരും കേട്ടില്ല, ആരും വന്നില്ല എന്നതൊക്കെ ക്ഷമയില്ലാത്തതിന്റെ ഭാഗമാണ്. വിജയിക്കാൻ ക്ഷമ വേണം. ഇത് നമ്മൾ പഠിച്ചു നോക്കുമ്പോ എം എ യൂസുഫ് അലി സാർ, അദ്ദേഹത്തിന്റെ ഇന്ന് കാണുന്ന വലിയ വിജയങ്ങളിലേക്ക് അദ്ദേഹം എത്തിയത് ഒരൊറ്റ സുപ്രഭാതത്തിലല്ല, വർഷങ്ങൾ അദ്ദേഹം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ വിവാഹം കഴിഞ്ഞിട്ട് ആ വിവാഹം കഴിഞ്ഞ ഉടനെ 3 വർഷം എന്റെ വീട്ടിലേക്ക് ഞാൻ പോയിട്ടില്ല. പലപ്പോഴും അദ്ദേഹത്തിന്റെ സംസാരത്തിൽ വരുന്നൊരു കാര്യമാണത്. അപ്പൊ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ അത് പലപ്പോഴും പറയുന്നുവെങ്കിൽ അദ്ദേഹം അത് അത്രത്തോളം പ്രയാസത്തിലാണ് 3 വർഷം നിന്നതെന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത്, ഇന്റർവ്യൂവിൽ പറയുന്നതാണ്. അപ്പൊ ഇതുപോലെ നമ്മൾ എന്ത് പ്രയാസം അനുഭവിച്ചു. മൈ ലൈഫ് ഒരു പ്രയാസമാണ്, ഒരാളോട് പറയാനൊരു പ്രയാസമല്ല. പക്ഷെ നമുക്കത് പ്രയാസം തോന്നുകയാണ്. കാരണം നമ്മൾ ആദ്യമായിട്ട് ആയതുകൊണ്ടാണ് നമുക്ക് പ്രയാസം തോന്നുന്നത്. എന്നാലോ കുറച്ചാണ് കഴിയുമ്പോൾ ഇതൊരു പ്രയാസമല്ല. അപ്പൊ നമുക്ക് വിജയിക്കാൻ സാധിക്കട്ടെ. ഒരുമിച്ച് നമുക്ക് വിജയിക്കണം. നമുക്ക് വലിയ വലിയ ഗ്രോത്തിലേക്ക് എത്തണം. നമ്മൾ വിജയിക്കുമ്പോൾ നമ്മൾ കൂടെയുള്ള ആളുകൾ നമ്മൾ വിജയിപ്പിച്ചു കൊണ്ടുവരികയാണ്. അവരെ കൂടെയുള്ള ആളുകൾ വിജയിക്കുകയാണ്. ഇങ്ങനെ എപ്പോഴും പോസിറ്റീവ് സംസാരിക്കുകയും പോസിറ്റീവ് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ നമ്മൾ വളർത്തി ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും കുടുംബപരമായിട്ടും സാമൂഹികപരമായിട്ടും അദ്ദേഹത്തെ വലിയ ലെവലിലേക്ക് എത്തിക്കാൻ, ഉയർച്ചയിലെത്തിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുവെങ്കിൽ അതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം, അതാണ് ഏറ്റവും വലിയ നന്മയും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു മനുഷ്യന്റെ പ്രയാസങ്ങൾക്ക് ആ പ്രയാസങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ ഒരു മനുഷ്യൻ തയ്യാറായി കഴിഞ്ഞാൽ അതല്ല ഏറ്റവും പുണ്യമുള്ള കാര്യം. ഏറ്റവും പുണ്യമുള്ള കാര്യമാണ്. അതൊരു മനുഷ്യനെന്നല്ല, ഏതൊരു ജീവിയാവട്ടെ, ആ ജീവിയുടെ പ്രയാസങ്ങൾ എടുത്തു കളഞ്ഞ് അതിന് സന്തോഷം കൊടുക്കാൻ. ഇന്നെന്റെ സമൂഹം എന്ന് പറയുമ്പോൾ പ്രയാസങ്ങളിലൂടെ ജീവിക്കുന്ന കാലഘട്ടമാണ്. ഇഷ്ടപ്പെട്ട ആരും ജീവിക്കുന്നില്ല, എല്ലാവരും കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ്. കഷ്ടപ്പെട്ട ജീവിതത്തിൽ നിന്ന് ഇഷ്ടപ്പെട്ട ജീവിതത്തിലേക്ക് ഒരാൾ വരാൻ തയ്യാറാവാൻ, നമുക്ക് അവരെ ഇഷ്ടപ്പെട്ട ജീവിതം പഠിപ്പിച്ചു കൊടുക്കാൻ ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമാണ് MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഈ മഹത്തായ കമ്പനി നമുക്ക് ദൈവം തന്നതാണ്, നമുക്ക് അള്ളാഹു തന്നതാണ്. അതിനെ നമ്മൾ മുറുകെ പിടിക്കുക. നമ്മളെ എതിർക്കുന്നവർക്ക് പോലും നാളെ നമ്മൾ സഹായികളാവണം. നമ്മളെ എതിർക്കുന്നവരോട് ആരോടും നമുക്ക് ദേഷ്യം ഉണ്ടാകാൻ പാടില്ല. എല്ലാരോടും പുഞ്ചിരി മാത്രം. ആ ഒരു വാശി വേണ്ടത് നമ്മളെ കളിയാക്കുന്നവരോടല്ല. ആ ഒരു വാശി വേണ്ടത് നമ്മൾ സ്വന്തത്തോട് വാശി വേണം. നാളെ ഇവന്റെ മുന്നിൽ ഞാൻ വിജയിക്കും, അവനക്ക് ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ വീട്ടിലേക്ക് വിളിച്ച് ബിരിയാണി വാങ്ങിക്കൊടുക്കും എന്നൊരു ചിന്ത നമുക്ക് എന്ന് വരുന്നോ അന്ന് നമ്മൾ വിജയിക്കും. ഞാൻ എൻ്റെ വൈഫിനോട് പറയാറുള്ളത്, ആരൊക്കെ ഇന്ന് കളിയാക്കുന്നുണ്ടോ, ഒരുപക്ഷെ ഞാൻ അനുഭവിക്കുന്നതിനാൽ കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. ഒരു കുടുംബത്തൊക്കെ ചെല്ലുമ്പോൾ, അങ്ങനെയൊക്കെ ചെല്ലുമ്പോൾ അനുഭവിച്ചിരുന്നു. ഞാൻ പറയാറുള്ളതാണ്, ആരൊക്കെ ഇന്ന് കളിയാക്കുന്നുണ്ടോ ഒരൊക്കെ പേര് എഴുതി വെച്ചോണ്ട് ഒന്നും മറുപടി കൊടുക്കണ്ട, ഒക്കെ പേര് എഴുതി വെക്കാൻ പറഞ്ഞു. കാരണം എന്താ, ആ പേര് എഴുതിച്ച ആൾക്കാരൊക്കെ നാളെ നമ്മൾ വിജയത്തിന്റെ ആ മഹത്തായിരിക്കുന്ന ആ സുഖം അനുഭവിക്കുമ്പോൾ വീട്ടിലേക്ക് വിളിച്ച് ബിരിയാണി വാങ്ങിക്കൊടുക്കും. അവർക്ക് നമ്മൾ സഹായമാവും. ഇൻഷാ അല്ലാഹ് എന്നെ ഇതിലേക്ക് ക്ഷണിച്ച ഈ ഗ്രൂപ്പിന്, റഷീദ് സാറിന്, അതുപോലെ തന്നെ MC ചെയ്ത സുലൈമാൻ സാറിന്, മറ്റു എന്റെ ശബ്ദം കേൾക്കുന്ന നമ്മളറിയാത്ത എന്നെ അറിയാൻ പോകുന്ന ഇതിന്റെ പ്രത്യേക സുഖം എന്ന് പറഞ്ഞാല് എവിടെ നിന്നൊക്കെയോ ഉള്ള ആളുകൾ, വ്യത്യസ്ത മേഖലയിലുള്ള ആളുകൾ ഒരുമിച്ച് കൂടി വിജയത്തിന്റെ ചരിത്രം പറയുന്നു എന്ന് പറയുമ്പോൾ അത് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഒരുമിച്ച് വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമുക്ക് ദൈവം വിജയങ്ങൾ നൽകട്ടെ, നമുക്ക് സഹായങ്ങൾ നൽകട്ടെ.
പരസ്പരം സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, സൗഹൃദത്തോടെ ഒരുമിച്ച് ആസ്വദിക്കാൻ നമുക്ക് നാടൻ തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് MLFCL മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്.